is a substance? Anything that cannot be broken into further particles by applying any physical process is called substance. അപ്പോൾ എന്താണ്, ഫർദർ ആയിട്ട് ഒരു സബ്സ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണ്, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ്, സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ഏത് ഫോമിലാണോ ആ ഫോമിലിരിക്കാനേ കഴിയുള്ളൂ. അതിന് വേറൊരു ഫോമിലേക്ക് ഡിവൈഡ് ചെയ്യാനൊന്നും കഴിയില്ല. സോ മാറ്ററിനെ 2 ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഈസ് പ്യുവർ സബ്സ്റ്റൻസ്. പ്യുവർ സബ്സ്റ്റൻസും നെക്സ്റ്റ് ഈസ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും ആണ് എന്ത്, മാറ്ററിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്? എന്താണ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്ന്? എ സബ്സ്റ്റൻസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി 1 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ഈസ് കോൾഡ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമാണ് അത് മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെന്ത് വിളിക്കും, ഒരു പ്യുവർ സബ്സ്റ്റൻസ്. ഇപ്പോൾ ഡയമണ്ട് എടുക്കുകയാണെങ്കിൽ ഡയമണ്ടിൽ ഫുൾ എന്തായിരിക്കും, ഡയമണ്ടിൻ്റെ പാർട്ടിക്കിൾസ് മാത്രമായിരിക്കും, അതിൽ വേറെ ഒന്നും നമ്മൾ മിക്സ് ചെയ്യില്ല. സോൾട്ട് ഫുൾ NaCl തന്നെ ഇരിക്കും. പിന്നെ സൾഫർ, ടിൻ. ഓക്കെ, അതാണ് പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾസ്. ഇനി വാട്ട് ഈസ് എ മിക്സ്ചർ? മിക്സ്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. വെൻ വി കമ്പൈൻ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഇൻ ടു ഈച്ച് അതർ എ മിക്സ്ചർ ഈസ് ഫോംഡ്. 2 or 3 സബ്സ്റ്റൻസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു മിക്സ്ചർ ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ലെമണേഡ് ഈസ് എ മിക്സ്ചർ ഓഫ് 3 സബ്സ്റ്റൻസ്: ലെമൺ ജ്യൂസ്, ഷുഗർ, വാട്ടർ. ഓക്കെ, ലെമണേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാരങ്ങവെള്ളം. നാരങ്ങവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി 3 സബ്സ്റ്റൻസ് യൂസ് ചെയ്യും അല്ലേ. ലെമൺ യൂസ് ചെയ്യും, ലെമൺ ജ്യൂസ് യൂസ് ചെയ്യും, ഷുഗർ യൂസ് ചെയ്യും, വാട്ടർ യൂസ് ചെയ്യും. സോ അതെന്താണ്, ഒരു മിക്സ്ചറാണ്. 3 സംഭവം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്നത്. അതേസമയം ലെമൺ ജ്യൂസ് ഒരു സബ്സ്റ്റൻസ്, ഷുഗർ ഒരു സബ്സ്റ്റൻസ്, വാട്ടർ ഒരു സബ്സ്റ്റൻസ്. ഈ 3 സബ്സ്റ്റൻസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു മിക്സ്ചർ ഉണ്ടാവുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ടുഗെദർ ഫോം എ മിക്സ്ചർ. ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വൺ. എന്താണ്, വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് വിച്ച് ഓഫ് ദീസ് ഇസ് എ മിക്സ്ചർ ഓർ എ പ്യുവർ സബ്സ്റ്റൻസ്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് വൺ, വാട്ടർ. വാട്ടർ എന്താണെന്ന് നോക്കാം. വാട്ടർ എന്താണ്, ഒരു പ്യുവർ സബ്സ്റ്റൻസ് അല്ലേ. വാട്ടറിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യില്ല അല്ലേ. പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ H2O മാത്രമാണ് ഉള്ളത്. ഇനി കോപ്പറും എന്ത് തന്നെയാണ്, പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യും, ബട്ടർ യൂസ് ചെയ്യും, പിന്നെ എഗ്ഗ് യൂസ് ചെയ്യും, അങ്ങനെ പല ചോക്ലേറ്റ് യൂസ് ചെയ്യും അല്ലേ. അങ്ങനെ പല സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് എന്താണ്, ഒരു മിക്സ്ചറാണ്. ഹൈഡ്രജൻ എന്താണ്, ഒരു പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്. സോയിലാണെങ്കിലോ, സോയിലിൽ പല ടൈപ്പ് ഓഫ് ഇതുണ്ടാവും. ചെറിയ പൊടി പോലത്തെ കല്ല്, അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള സോയിൽ, റെഡ്, ബ്രൗൺ, ലാറ്ററൈറ്റ്, അതേപോലെ പല ടൈപ്പിലുള്ള സോയിൽ ഫോം ഉണ്ടാവും. എയർ എന്ത് തന്നെയാണ്, മിക്സ്ചറാണ്. കാരണം എയറിൽ പല ടൈപ്പ് ഓഫ് എയർ ഉണ്ട്. ഏതൊക്കെയാണ്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എയർ എന്ന് വിളിക്കുള്ളൂ. സോ എൻ്റെ ആൻസേഴ്സാണ് ഈ കാണുന്നത്, ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് മിക്സ്ചർ. അപ്പോൾ നമ്മൾ മിക്സ്ചർ എന്താണെന്ന് പഠിച്ചു. ഇനി മിക്സ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് വൺ ഇസ് ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഉണ്ട്, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, homogeneous mixture. When we add sugar, water or lemon juice together, they are uniformly mixed well each other. Now, it is not possible to separate these substances from a mixture. Such mixtures in which the components mix with each other uniformly are called homogeneous mixture. Okay, mixture.
ഇതിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത്. മിക്സ്ചേഴ്സ് ഇൻ വിച്ച് കോമ്പൗണ്ട്സ് മിക്സ് വിത്ത് ഈച്ച് അതർ യൂണിഫോംലി ഈസ് കോൾഡ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ലെമണേഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ലെമൺ ജ്യൂസ് വേണം, വാട്ടർ വേണം, ഷുഗർ. ഇതെല്ലാനും കൂടി നമ്മൾ സ്റ്റിർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാനും അതിൽ ഡിസോൾവ് ആവും അല്ലേ, വാട്ടറിൽ ഡിസോൾവ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ലെമണേഡ് ജ്യൂസ് എവിടെ നിന്ന് വേണമെങ്കിലും ടോപ്പിൽ നിന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ആ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ലെമൺ ജ്യൂസിൻ്റെ ടേസ്റ്റ് കിട്ടും. അതേപോലെ ബോട്ടത്തിൽ നിന്ന് കുടിക്കുകയാണെങ്കിലും സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിൽ ഒരു സിപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, സെയിം ടേസ്റ്റ് ആയിരിക്കും. അതാണൊരു ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ. എവിടെ എടുത്ത് നോക്കിയാലും അതിന് സെയിം പ്രോപ്പർട്ടീസാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ദ റേഷ്യോ ഓഫ് കോമ്പോസിഷൻ ഓഫ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ക്യാൻ ബി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം എല്ലാ ഒബ്ജക്ട്സും ഇട്ടിട്ടുണ്ട് അത് വേരി ചെയ്യും. പക്ഷേ എന്താണ്, സബ്സ്റ്റൻസ് ടേസ്റ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും സെയിം ഇത് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വൺ മേ ആഡ് 1 spoon of lemonade while someone else add 1 spoon of sugar with lemonade. Still lemonade is a homogeneous mixture. ഇപ്പം നമ്മൾ ഒരു ടീസ്പൂൺ ഷുഗർ ഇട്ടാലും 2 ടീസ്പൂൺ ഷുഗർ ഇട്ടാലും എന്തായിരിക്കും, സ്റ്റിർ ചെയ്യുമ്പോൾ എത്രത്തോളം മധുരം ഉണ്ടാവും ആ അത്രത്തോളം മധുരം തന്നെ ഫുൾ സൊല്യൂഷനിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. സോ ദ മിക്സ്ചർ ഇൻ വിച്ച് കോമ്പോണൻറ്റ്സ് മിക്സ് വിത്ത് ഈച്ച് അതർ യൂണിഫോംലി. ഈ ടേമാണ് ഈ ഡെഫിനിഷനിൽ നിങ്ങൾ വിട്ടുപോകാണ്ട് എഴുതേണ്ടത്. ഓക്കെ, യൂണിഫോംലി മിക്സ് ചെയ്ത് വരുന്ന സംഭവമാണ് ഹോമോജീനിയസ് മിക്സ്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ. Heterogeneous mixture. The component in which heterogeneous mixture do not completely dissolve in each other and we can separate them by physical means. In other words, the composition of such mixtures is not uniform. അപ്പോൾ എന്താണ് ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പോസിഷൻ ഈസ് നോട്ട് യൂണിഫോം അല്ല. എവിടെ നിന്ന് നമ്മൾ എടുത്തു നോക്കിയാലും പല പല ലെയറായിട്ട് വേണമെങ്കിൽ കിടക്കാം. Okay, if we mix sand in water, sand settle down in water sometimes and we can separate by filtration. അല്ലേ, ഇപ്പം നമ്മൾ കുറച്ച് സാൻഡ് ഇട്ടിട്ട് വാട്ടറിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, കുറേ നേരം കഴിയുമ്പോൾ സാൻഡ് എല്ലാം സെറ്റിലായിട്ട് നമുക്ക് ആ വാട്ടർ വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്ത് വേറൊരു ഗ്ലാസ്സിലേക്ക് വേണമെങ്കിൽ പോർ ചെയ്ത് മാറ്റാം. അപ്പോൾ എന്ത് ചെയ്യും, രണ്ട് സംഭവത്തിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ. അതേപോലെ ഇപ്പം നമ്മൾ ഓയിലും വാട്ടറും കൂടി മിക്സ് ചെയ്യണമെങ്കിൽ ഓയിൽ പൊക്കത്ത് വന്ന് കിടക്കും, അതേപോലെ വാട്ടർ ഏറ്റവും ബോട്ടം. അപ്പം നമ്മൾ എന്താണ്, പൊക്കത്ത് നിന്ന് സിപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ഓയിലേ കിട്ടുള്ളൂ. അടിയിൽ നിന്ന് സിപ്പ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ കിട്ടും. അപ്പോൾ ത്രൂ ഔട്ട് കോമ്പോസിഷൻ ഈക്വൽ ആണ് അല്ല. അതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ. ദ മിക്സ്ചർ ഇൻ വിച്ച് ദ കോമ്പോസിഷൻ ഇസ് നോട്ട് യൂണിഫോം കോമ്പോസിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു ഡിഫറൻസ് ആണ് ഞാൻ തരുന്നത്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കും, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യനുമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഫസ്റ്റ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് നമുക്ക് വായിക്കാം. ദേ ഹാവ് യൂണിഫോം കോമ്പോസിഷൻ. ഫസ്റ്റ് പോയിന്റ് എന്താണ്, അവർക്ക് എപ്പോഴും യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്താലും ശരി. വി കനോട്ട് സെപ്പറേറ്റ് ദം കോമ്പൗണ്ട്സ് ഓഫ് ദ മിക്സ്ചർ ത്രൂ ഔട്ട് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി. നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കോമ്പോണൻറ്റ്സ് കനോട്ട് ബി സീൻ ത്രൂ നേക്കഡ് ഐസ്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് വെച്ചിട്ട് നമ്മുടെ നേക്കഡ് ഐസ് വെച്ചിട്ട് അത് 2 ലെയറായിട്ട് കിടക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതെന്താണ്, മിക്സായി പോയിരിക്കുന്നതാണ്. മിക്സ്ചർ ഈസ് ദ സിംഗിൾ ഫേസ് ത്രൂ ഔട്ട്. സെയിം ഫേസ് തന്നെ ആയിരിക്കും, ഒറ്റൊരു ലിക്വിഡ് പോലെ ആയിരിക്കും കിടക്കുന്നത് അല്ലേ. എക്സാമ്പിൾ, മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് മിൽക്ക്. ഓക്കെ, ഹെട്രോജീനിയസ് മിക്സ്ചർ നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്. അതേപോലെ വി ക്യാൻ സെപ്പറേറ്റ് ദ കോമ്പോണൻറ്റ്സ് ത്രൂ ഫിസിക്കൽ പ്രോസസ്സ്. ഏതാണ്, ഫിൽട്രേഷൻ വഴിയുള്ള പ്രോസസ്സ് വഴി നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കോമ്പോണൻറ്റ്സ് ക്യാൻ ബി ഈസിലി ത്രൂ നേക്കഡ് ഐസ്. സാൻഡ് നമുക്ക് കാണാൻ പറ്റും, വാട്ടറും കാണാൻ പറ്റും. അതെന്താണ്, നമുക്ക് നേക്കഡ് ഐസ് വെച്ച് കാണാൻ പറ്റും ഈ സബ്സ്റ്റൻസ് ക്യാൻ ബി ഓഫ് 2 ഡിഫറെൻറ്റ് ഫേസ്. 2 ലെയറായിട്ട് വേണമെങ്കിൽ കിടക്കാം. മിക്സ്ചർ ഓഫ് ഓയിൽ ഇൻ വാട്ടർ, അതാണ് ഒരു എക്സാമ്പിൾ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഇത്രയും പോർഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു.